എനിക്ക് ഔഡി അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. കാര്യം എന്നാന്ന് എനിക്കും അറിയത്തില്ല, എന്തോ ഒരു സംഭവം, എന്തോ ഒരു ലോക്കലിലോട്ട് പോകുന്ന പോലെ ഒരു ഫീൽ എനിക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ബെൻസ് എപ്പോഴും ഒരു അങ്കിൾസ് കാറായിട്ട് തോന്നും. പിള്ളേരുടെ വണ്ടി എന്ന് പറഞ്ഞാൽ BM ആണ്. അങ്ങനെ മൈൻഡ് സെറ്റിലൊക്കെയാണ് ഞാനൊക്കെ ഉള്ളത്. പരസ്യം പണ്ട് ഇങ്ങനെ ഔഡി ഇറക്കി, ഭയങ്കര രസമായിരുന്നു, ഹിറ്റായത്. അതായത് ഒരു കീ ചെയിൻ ഹോൾഡറിന്റെ അകത്ത് എല്ലാ ബ്രാൻഡിന്റെയും കീ ചെയിൻ ഇട്ട് 4 ബ്രാൻഡിന്റെയും കീ ചെയിൻ ഇട്ട ശേഷം അവരത് ഒരു ട്രാൻസിഷൻ കൊടുത്ത് ഔഡിയാക്കി. റോട്ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പ്രീമിയം കാർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പം ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ബാലു ആർ മേനോൻ, നമ്മുടെ റോയൽ ഡ്രൈവ് പ്രീമിയം കാർ കെയറിൻ്റെ ടെക്നിക്കൽ ഹെഡാണ്. അതുപോലെ തന്നെ അത് മാത്രമല്ല, ഔഡിയിൽ 13 വർഷത്തിന് മുകളിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ കംപ്ലീറ്റ് നോളേജ് ഉള്ള, കാറിനെ പറ്റി നല്ല രീതിയിലാണ് നോളജ്, എനിക്ക് ഒത്തിരി ഇൻഫർമേഷൻസ് തന്നിട്ടുള്ളത്. നമ്മുടെ ഈ ടോപ്പിക്കിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള പേഴ്സണാണ്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഒരു പ്രീമിയം കാർ ഒരാൾക്ക് എടുക്കണം. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ കുറേ ചോയ്സ് ഉണ്ട്. എല്ലാവരും ഈ സോഷ്യൽ മീഡിയയിലും എവിടെയൊക്കെ കണ്ട് ഇപ്പോൾ BM-നോട് ഫാൻ ബേസ് ഉള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അതിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലർക്ക് ഔഡി എന്നൊക്കെ പറയുമ്പോൾ ഒരു താല്പര്യമില്ല. എനിക്കും അങ്ങനെ തന്നെയാണ്. എനിക്ക് ഔഡി അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. കാര്യം എന്നാന്ന് എനിക്കും അറിയത്തില്ല, എന്തോ ഒരു സംഭവം, എന്തോ ഒരു ലോക്കലിലോട്ട് പോകുന്ന പോലെ ഒരു ഫീൽ എനിക്ക് ഫീൽ ചെയ്യും. അപ്പം അതുപോലെ തന്നെ ബെൻസ് എപ്പോഴും ഒരു അങ്കിൾസ് കാറായിട്ട് തോന്നും. അതായത് ഭയങ്കര പ്രായമുള്ളവർ കൊണ്ട് നടക്കുന്ന വണ്ടി, പിള്ളേരുടെ വണ്ടി എന്ന് പറഞ്ഞാൽ BM ആണ്. അങ്ങനെ മൈൻഡ് സെറ്റിലൊക്കെയാണ് ഞാനൊക്കെ ഉള്ളത്. അപ്പം ഇതൊക്കെ എന്താ ശരിക്കും റിയാലിറ്റി? ഒരാളെ സംബന്ധിച്ച് ഒരു പ്രീമിയം കാർ എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല മൈലേജ് ഉള്ള വണ്ടി, ഇതൊക്കെയാണോ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്? ഇയർ ഏതാണ് കൺസിഡർ ചെയ്യേണ്ടത്? അതുപോലെ ബ്രാൻഡ് ഓരോരുത്തരുടെ ബഡ്ജറ്റ് അനുസരിച്ച് ഏതാണ് കൺസിഡർ ചെയ്യേണ്ടത്? ഇതിനെപ്പറ്റി ഒന്ന് പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടുതലും അത് ബയസ്ഡ് ആയി പോകും. കാരണം ഔഡിയോടുള്ള ഒരു ഇറങ്ങിയല്ലോ. തീർച്ചയായിട്ടും. അല്ല, അതിനൊരു മെയിൻ റീസൺ, ഞാൻ BM-ന്റെ പേഴ്സണലി ഭയങ്കര ഫാനാണ്. ഞാൻ പേഴ്സണലി പണ്ട് മുതലേ, ചെറുത് മുതലേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാറും ഓടിക്കാനും ഭയങ്കര രസമുള്ള വണ്ടിയാണ്. പക്ഷെ ഔഡിനോടുള്ള ആ ഒരു ഇതിനുള്ള റീസൺ ഔഡിയിൽ ഉണ്ടായതല്ല. ഔഡിയിൽ ഞാനുള്ളപ്പോൾ എനിക്ക് ഇൻ ആൻഡ് ഔട്ട് അതിനെപ്പറ്റി പഠിച്ചു, അതിൻ്റെ ടെക്നോളജീനെ പറ്റി പഠിച്ചു, സ്റ്റഡി ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔഡി ഈസ് ഓൾവേസ് പ്രോഗ്രസീവ്. സോ നമ്മുടെ നാട്ടിൽ നമ്മൾ ശരിക്കും പല പ്രോഡക്ട്സും ഇവിടെ ഇല്ല. ഇപ്പം ഔഡിക്ക് പുറത്തുള്ള പല പ്രോഡക്ട്സും ഇന്ത്യയിൽ ഒരുപാട് സ്ട്രിപ്പ് ഡൗൺ ചെയ്തിട്ടാണ് ഇറക്കുന്നത്. So otherwise it has almost all the features or even more features what others have. So ആ ഒരു ബെനിഫിറ്റ് നമുക്ക് ഇവിടെ കിട്ടുന്നില്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ കോമൺ ആയിട്ട് ഇപ്പോൾ കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്, ടു ബി ഫ്രാങ്ക്, ബിക്കോസ് മോഡൽസ് കുറവാണ്. കാരണം മെർസിഡീസിനും BM-നും നമ്പർ ഓഫ് മോഡൽസ് ആണ് ഇപ്പോൾ മാർക്കറ്റിലുള്ളത്. സോ എസ്പെഷ്യലി ആ ഒരു കൾച്ചറും ഭയങ്കര ചേഞ്ച് ആയിട്ട്. ആസ് യു സെഡ്, മെർസിഡീസ് എന്ന് പറയുന്നത് ഏർലിയർ ഒരു അങ്കിൾസ് കാർ ആയിരുന്നു, ആൻഡ് BM വാസ് വെരി സ്പോട്ടി. ഔഡി ഇത് രണ്ടിൻ്റെ ഒരു മിക്സ് ഓഫ് ബോത്ത് ആയിരുന്നു. പക്ഷേ ഡ്രൈവ് ചെയ്യാൻ ഒരു സർട്ടൺ പോയിന്റ് ഓഫ് ടൈമിൽ സർട്ടൺ കാർസൊക്കെ ഭയങ്കര റിഫൈൻഡ് ആണ്, കംഫർട്ട് ഓറിയൻറ്റഡ് ആണ്. സോ ഇപ്പോൾ ഒരു 10 വർഷം പഴക്കം ഉള്ള വണ്ടികളൊക്കെ എടുക്കാൻ നോക്കുന്ന ഒരാൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി BM-ൽ എടുത്തു കഴിഞ്ഞാൽ BMW 5 Series ഓൾവേസ് എ ബെസ്റ്റ് ചോയ്സ് ആണ്. പക്ഷേ പ്രൊവൈഡഡ് നല്ല വണ്ടി 520D. പലരും 530യുടെ പുറകിൽ പോകാറുണ്ട്. പക്ഷേ 530യുടെ ഒരു മെയിൻ്റെനൻസ് കോസ്റ്റ് എന്ന് പറയുന്നത് 520നെ കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ്സ് മച്ച് ഹയർ. ഈവൻ കംപ്ലയിൻസിനുള്ള പോസിബിലിറ്റീസും, കാരണം അത് അങ്ങനത്തെ ഒരു മാസീവായിട്ടുള്ള എൻജിനുള്ളൊരു മെഷീനാണ്. സോ അതിൻ്റേതായ മെയിൻ്റെനൻസും ഡിഫറൻസസും വരും. ബട്ട് സെയിം ടൈം പീരീഡിൽ ഒരു 10 years ബാക്കുള്ള ഒരു A6 നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കംഫർട്ട് മാത്രം നോക്കുന്ന ഒരാളാണെങ്കിൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ചോയ്സ്. ഭയങ്കര റിഫൈൻഡ് ആണ്, ഭയങ്കര കംഫർട്ടബിൾ ആണ്, കാരണം എയർ സസ്പെൻഷൻ ആണ്. കംപ്ലയിൻസ് കൂടത്തില്ല എയർ സസ്പെൻഷൻ? തീർച്ചയായിട്ടും മറ്റേതിനെ വെച്ച് നോക്കുമ്പോൾ സസ്പെൻഷൻ കംപ്ലയിൻസ് കൂടുതലാണ്. കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീക്വൻറ്റ് കംപ്ലയിൻസ് വരാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് വെച്ചാൽ, എയർ സസ്പെൻഷന് വന്നൊരു പ്രശ്നം നമ്മൾ ഒറ്റയടിക്ക് ഒരുമിച്ചല്ല തീർക്കുന്നത് പലപ്പോഴും. ഈവൻ മാനുഫാക്ചറിൽ പോകുമ്പോൾ അവരെപ്പോഴും ഒറ്റ ഇതിൽ തീർക്കാൻ വേണ്ടി എസ്റ്റിമേറ്റ് കൊടുക്കുമ്പോഴാണ് ഇതൊരു ഹ്യൂജ് എമൗണ്ട് ആണ്. ഒരു 6 lakhs 11 lakhs ഒറ്റയടിക്ക് എമൗണ്ട് പറയുന്നത്. ഒരു 10 വർഷം പഴക്കമുള്ളൊരു വണ്ടി ഒരു 15 lakh rupeesന് എടുത്തൊരാൾ, അല്ലെങ്കിൽ 20 lakh rupeesന് എടുത്തൊരാൾക്ക് പിന്നൊരു 7-8 ലക്ഷം രൂപ സർവീസ് ഒരു എയർ സസ്പെൻഷൻ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹ്യൂജ് എമൗണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മളെപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കസ്റ്റമറോട് പറയും നമുക്ക് പോയ പാർട്ട് നമുക്ക് ഫെയിലിയർ മാറി നോക്കാം. ജനറലി എയർ സസ്പെൻഷൻ പോയാൽ 4 സ്റ്റട്ട് അല്ലെങ്കിൽ 2 ബെല്ലൊക്കെയാണ് കോമൺലി 2 എണ്ണോ പോവുക. ഒന്ന് മാറിയാൽ ഡെഫിനറ്റ്ലി അത് പെയറായിട്ട് തന്നെ മാറണം. അത് മാറുമ്പോൾ
അതിൻ്റെ ഒരു കോൺസിക്വൻഷ്യൽ ഡാമേജ് ആയിട്ട് കംപ്രസറിനോ വാൾവിനും പ്രശ്നങ്ങൾ കാണാറുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും കസ്റ്റമറിനോട് പറഞ്ഞ് മനസ്സിലാക്കി ഇത് രണ്ടും മാറണം എന്നുള്ളത് മാനുഫാക്ചർ സ്പെക്കിൽ പറയും. പക്ഷെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ബെല്ലോ അല്ലെങ്കിൽ സ്ട്രട്ട് മാറി നോക്കാം. പ്രശ്നം പിന്നെ അത് മാറിയാലും നമുക്ക് ഫർദർ കോൺസിക്വൻഷ്യൽ ഡാമേജ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് മാറിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇത് നെക്സ്റ്റ് സ്റ്റെപ്പ് ട്രൈ ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്റ്റേജിൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറിന് കോസ്റ്റ് ഭയങ്കര സേവ് ചെയ്യാൻ പറ്റും. ബട്ട് ഇറ്റ് ഈസ് എ ടൈം ടേക്കിംഗ് പ്രോസസ്സ്. കാരണം നോർമലി ഒറ്റ സ്ട്രെച്ചിൽ ഒരുമിച്ച് പാർട്സ് വന്ന് ഒരു 3-4 ദിവസം കൊണ്ട് തീരേണ്ട വർക്ക് ചിലപ്പോൾ നമ്മൾ ആദ്യം പാർട്സ് വന്നു പിന്നെ രണ്ടാമതും പാർട്സ് ഓർഡർ ചെയ്യണം. അത് കഴിഞ്ഞ് വേണം ചെയ്യാൻ വേണ്ടി. പക്ഷേ കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും. ഒരു പക്ഷേ ഇത് ചെയ്താലും ഇതിന് ഒരു ലൈഫുണ്ട്. അതായത് എയർ കംപ്രസർ എത്ര നാൾ ഇത് ഓടിയിട്ടുണ്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല ലീക്കുമായിട്ട്. അപ്പോൾ ഇത് വീക്കായിട്ടുണ്ടോ ഗ്രാജുവലി ഇത് പോവാം. മൈറ്റ് ബി ഓവർ എ പീരീഡ് ഓഫ് 3 months 6 months ഓർ ഈവൻ അത് പ്രൊലോങ് ചെയ്ത് കിട്ടും. അധികം നാൾ ഓടിയിട്ടില്ല. കസ്റ്റമറിന് എയർ സസ്പെൻഷൻ്റെ ബെല്ലോ ലീക്ക് വന്ന ഉടനെ നമ്മൾ അപ്രോച്ച് ചെയ്തു. നമ്മൾ പുതിയ എയർ ബെല്ലോസ് ഇട്ട് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകും. പക്ഷെ ഒരു സിവിയർ രീതിയിൽ ഡാമേജ് ആയതാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കംപ്രസറും അതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയും, വാൾ ബ്ലോക്ക് എന്നൊക്കെ നമ്മൾ കോമൺലി പറയുന്ന, അതും കൂടെ മാറുകയാണ് എപ്പോഴും ഓൾവേസ്. അതാണ് അഡ്വൈസബിൾ, ഇൻക്ലൂഡിങ് ദ റിലേ. ഒരു റിലേ ഉണ്ട്. കാരണം ഒരു ചെറിയ കോമ്പൗണ്ടാ. ബാക്കിയുള്ള എയർ സസ്പെൻഷൻ പാർട്സിനെ നോക്കുമ്പോൾ വളരെ ചീപ്പറാണ്. പക്ഷേ ഇതുവരെ നമുക്ക് സ്റ്റക്കായി കഴിഞ്ഞാൽ പണി തരും. അത് ശരി. സോ ഇതേ സാധനം നമ്മളൊരു മെർസിഡീസ് ഇപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിൽ A6-നെ ഞാൻ പ്രത്യേകിച്ച് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ അന്ന് ആ ടൈമിൽ A6-ന് മാത്രമാണ് എയർ സസ്പെൻഷൻ. E-Class-നോ 5 Series-നോ ഇല്ല, ഇന്നും ഇല്ല. അപ്പോൾ അന്ന് S-Class-ഓ അല്ലെങ്കിൽ 7 Series-നോ മാത്രം ഓഫർ ചെയ്തിരുന്ന അല്ലെങ്കിൽ Audi 8-ന് ഓഫർ ചെയ്തിരുന്ന സെയിം എയർ സസ്പെൻഷൻ വിൽ ഗെറ്റ് ഇറ്റ് ആൻഡ് A6. ഭയങ്കര കംഫർട്ട് ഓറിയൻറ്റഡ്. പക്ഷേ നല്ലതായിട്ട് നമ്മൾ സർവീസ് ചെയ്തു അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോൾ അതെല്ലാം നമ്മൾ അഡ്രസ്സ് ചെയ്ത് മാറുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ നമുക്ക് യൂസ് ചെയ്യാൻ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വളരെ ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള എൻജിനാണ്. പലപ്പോഴും നേരത്തെ മോദി പറഞ്ഞ പോലെ ഞങ്ങൾ പലരും അതിനെ ഭയങ്കരമായിട്ട് അണ്ടർ വാല്യൂ ചെയ്ത് കണ്ടിട്ടുണ്ട് വണ്ടി. കാരണം വണ്ടി പലപ്പോഴും യൂസ് ചെയ്തവരല്ല എന്ന് തോന്നുന്നു ആ വണ്ടി ഫീഡ്ബാക്സ് പറഞ്ഞിട്ടുണ്ട് ജനറൽ വെച്ചിട്ട് ആണ്. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പോൾ അത് എക്സാക്റ്റ് ഒരു ഇതല്ല. പക്ഷെ BM ഓൾവേസ് പെർഫോമൻസ് ഓറിയൻറ്റഡ് വെഹിക്കിൾ ആണ്. ഓടിക്കാൻ ഭയങ്കര രസമുള്ള വണ്ടിയാണ്. ഡ്രൈവേഴ്സ് കാറാണ് ബേസിക്കലി. അതാണ് ഞാൻ എനിക്കൊരു ഇതിനെ പറ്റിയുള്ളൊരു ഓവർവ്യൂ പറയാം. ഞാൻ ഇങ്ങനെ ഫ്രണ്ട്സുമായിട്ട് എനിക്കിതിനെ പറ്റി വലിയ നോളജ് ഉള്ള ആളല്ല. പക്ഷെ BM എന്ന് പറഞ്ഞാൽ ഒരു ഡ്രൈവേഴ്സ് കാർ. പക്ഷെ ബാക്കിൽ ഇരിക്കുന്നവർക്ക് അത്ര കംഫർട്ടബിൾ അല്ലെന്നു. ഇപ്പൊ ബെൻസ് ആണെങ്കിൽ എല്ലാവരും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു കാറാണ്. ഇപ്പൊ ഔഡിയുടെ കേസ് ഞാൻ ഒരു പരസ്യം പണ്ട് ഇങ്ങനെ ഔഡി ഇറക്കി, ഭയങ്കര രസമായിരുന്നു, ഹിറ്റായത്. അതായത് ഒരു കീ ചെയിൻ ഹോൾഡറിന്റെ അകത്ത് എല്ലാ ബ്രാൻഡിന്റെയും കീ ചെയിൻ ഇട്ട് 4 ബ്രാൻഡിന്റെയും കീ ചെയിനിന് ശേഷം അവരത് ഒരു ട്രാൻസിഷൻ കൊടുത്ത് ഔഡിയാക്കി. അപ്പൊ എല്ലാത്തിന്റെ ഒരു മിക്സപ്പ് ആണ് ഔഡിന്നും. എസ്പെഷ്യലി മെർസിഡീസിന്റെയും BM-ന്റെയും. കാരണം പെർഫോമൻസ് ഉണ്ട്, അറ്റ് ദ സെയിം ടൈം നമുക്ക് കംഫർട്ടും ഉണ്ട്. എന്നാൽ പ്രോഗ്രസീവ് ആണ്, അഡ്വാൻസ്ഡ് ആണ് വളരെ അധികം. പിന്നെ വേറൊരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔഡിയുടെ പലപ്പോഴും നമ്മൾ ഇവിടെ കാണുന്ന മോഡൽസ് A4-ന്റെ 2 ലിറ്റർ എഞ്ചിൻ അല്ലെങ്കിൽ A6-ന്റെ 2 ലിറ്റർ എഞ്ചിൻ, ഇതിനെല്ലാത്തിനും 3 ലിറ്റർ ഉണ്ട്. ആൻഡ് ഈ ഒരു സെഗ്മെൻറ്റിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കതിൽ പേഴ്സണലി അതിനോടുള്ള ഒരു ഇതിനുള്ള കൂടുതൽ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതെല്ലാത്തിൻ്റെയും 3 ലിറ്റർ ഉണ്ട്. ആൻഡ് ഓൾ ദോസ് 3 ലിറ്റർ കംസ് വിത്ത് ക്വാത്രോ, ദാറ്റ് ഇസ് 4 വീൽ ഡ്രൈവ്. സെഡാൻ കാർസിൽ 4 വീൽ ഡ്രൈവ് ഓഫർ ചെയ്യുന്ന ഒരേ ഒരു ബ്രാൻഡാണ്. എന്ന് വെച്ചാൽ ഈ കോമ്പറ്റീറ്റേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ മെർസിഡീസിനില്ല, BM ഇല്ല. A4-ൽ 4 വീൽ ഡ്രൈവ് ഉണ്ട്, ക്വാത്രോ, ദാറ്റ് ഇസ് 3 ലിറ്റർ ക്വാത്രോ വരുന്നത്. A6-ലുണ്ട്, A7-ലുണ്ട്, A5-ലുണ്ട്. എല്ലാത്തിലും നമുക്ക് 4 വീൽ ഡ്രൈവ് സിസ്റ്റം കിട്ടും. ആൻഡ് 4 വീൽ ഡ്രൈവ് എന്ന് പറയുമ്പോൾ പലരുടെയും ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓഫ് റോഡ് പർപ്പസിന് എന്തിനാണ് A4-ന് 4 വീൽ ഡ്രൈവ്. അത് ആക്ച്വലി ഓഫ് റോഡ് പർപ്പസിനല്ല 4 വീൽ ഡ്രൈവ്. ഇറ്റ് ഈസ് ബേസിക്കലി എ പാർട്ട് ഓഫ് ട്രാക്ഷൻ ആണ്. അതായത് വെഹിക്കിളിൻ്റെ സ്റ്റെബിലിറ്റി, പെർഫോമൻസ്, ഇതെല്ലാം. ഹൈ സ്പീഡിലേക്ക് വരുമ്പോൾ റിയർ വീൽ ഡ്രൈവ് ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് ആ ഒരു ബാക്കിലേക്കുള്ള ഒരു ഇത് ത്രസ്റ്റ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അണ്ടർ സ്റ്റിയർ, ഓവർ സ്റ്റിയർ ഒക്കെ വരാനുള്ള ചാൻസസും ഭയങ്കര ഹയർ ആണ്. പക്ഷേ ക്വാത്രോ എന്ന് പറയുന്നത് അത് എൻറ്റയർലി ഡിഫറെൻറ്റ് ടെക്നോളജിയാണ്. നോട്ട് ജസ്റ്റ് എ 4 വീൽ ഡ്രൈവ്, ഫുള്ളി മെക്കാനിക്കൽ 4 വീൽ ഡ്രൈവ്. അത് ഫുൾ ടൈം ആക്റ്റീവാണ്. സോ റോഡ് ട്രാക്ഷൻ എന്ന് പറയുന്നത് എക്സലൻ്റ് ആണ്. സോ അതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ്. പിന്നെ ഇപ്പോൾ നമ്മൾ യൂസ്ഡ് കാർ എടുക്കുന്നത് ഏതിനെ എന്ന് ചോദിച്ചതിൽ ഇപ്പോൾ 15-16 മുതലുള്ള ഒരു അനദർ ഒരു 5-6 ഇയേഴ്സിനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ വുഡ് ഡെഫിനറ്റ്ലി റെക്കമെൻഡ് 520.
3 സീരീസ് ഓൾവേസ് എ ഗുഡ് കാർ. F10 പറ്റി എന്താ F10 ഭയങ്കര 2013 ഭയങ്കര മെയിൻ്റെനൻസ് കുറവാ, 20 മേളിൽ മൈലേജ് ഉണ്ട്. F10 എല്ലാത്തിനും മൈലേജ് ഉണ്ട്, അത്യാവശ്യം നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. F10 നല്ല മെയിൻറ്റൈൻഡ് കാർ കിട്ടുവാണെങ്കിൽ എപ്പോഴും നല്ലതാണ്. അതിനൊരു ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിന് കൂടുതൽ ഫാൻ ബേസ് ഉള്ള റീസൺ നല്ല പ്രൈസിൽ അത് കിട്ടാനുണ്ട്. ആ വെഹിക്കിൾ പലപ്പോഴും ഫേസ് ലിഫ്റ്റ് ചെയ്യും. പുതിയ മോഡൽ ഒരു 16, 17 അല്ലെങ്കിൽ 17, 18 വെഹിക്കിൾ എടുക്കുന്നതിന്റെ നല്ല പകുതി വിലയ്ക്ക് F10 കിട്ടും. എന്നിട്ട് ഒരു 4-5 lakhs സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 2024 മോഡലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു 5 year കൂടെ നമ്മൾ മേളിലേക്കുള്ള വണ്ടി എടുക്കുന്ന പ്രൈസിന് അവർക്ക് ഏറ്റവും ബ്രാൻഡ് ന്യൂ ഷേപ്പിലേക്ക് കിട്ടും. അതാണ് അതിന് ഇത്രയും ആളുകൾ കൂടാനുള്ള റീസൺ. പക്ഷെ ഒന്ന് മനസ്സിലാക്കേണ്ടത്, അതിനും ഈ പറയുന്ന ഇലക്ട്രോണിക് കോമ്പോണൻസ് അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് വരുമെന്ന് മനസ്സിലാക്കിയിട്ട്, കാരണം നമ്മൾ നമ്മുടെ കയ്യിലുള്ള എക്സ്ട്രാ ഉള്ള പൈസയും കൂടെ നമ്മൾ അതിലിട്ട് മാക്സിമം മോഡിഫിക്കേഷനും അല്ലെങ്കിൽ ബ്യൂട്ടിഫിക്കേഷൻ ചെയ്യും. പക്ഷെ നമ്മൾ ആ ഒരു മെയിൻ്റെനൻസ് സൈഡും കൂടെ നമ്മൾ കണ്ടിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയും ഒരു ലാസ്റ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. അത് ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, ഔഡി ആണെങ്കിലും നമുക്ക് പ്രശ്നമില്ല. ഒരു റെക്കമെൻഡേഷൻ പോലെ ഞാനിങ്ങനെ ചോദിക്കുക. അതായത് മൈലേജ് 3 കാറ്റഗറി എടുക്കാം. ഒന്ന് വെച്ചാൽ മൈലേജ് ഓറിയൻറ്റഡ് ആയിട്ട് എടുക്കാം. രണ്ടാമത്തേത് പറഞ്ഞ പോലെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി മെയിൻ്റനൻസ് വരുന്ന കാർ ഏതാണ്? അല്ല ഇനിയിപ്പം മൂന്നാമത് ചോദിക്കുകയാണെങ്കിൽ രണ്ടുകൂടെ ഒരു കമ്പൈൻഡ് ആയിട്ട് എടുക്കാം. ഒരു ഫോർ എക്സാമ്പിൾ ഒരു 2 lakhs ഒക്കെ മന്ത്ലി സാലറി അല്ലെങ്കിൽ 1 lakh സാലറി ഒക്കെ മന്ത്ലി ഉള്ള ഒരാൾ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ഒരാൾക്ക് ഒരു കാർ റെക്കമെൻഡ് ചെയ്യാൻ പറ്റും അങ്ങനെയായിട്ട്? അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാൾ ഒരു 1 lakh 2 lakh ഒക്കെ സാലറി? തീർച്ചയായിട്ടും. ഒരു 1 lakh എന്ന് പറയുമ്പോൾ അവരെപ്പോഴും ആ ഒരു ക്രഞ്ച് വന്നു കഴിഞ്ഞാൽ അവർ പെട്ടു, എന്തെങ്കിലും ഒരു സഡൻ ഇത് വന്നു കഴിഞ്ഞാൽ. ബട്ട് 2 lakhs ഉള്ള ഒരാൾക്ക് ഈസി ആയിട്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മോഡൽസ് ഉണ്ട്. ഈവൻ ഈ പറയുന്ന BMW 3 Series വലിയ കംപ്ലയിൻസ് ഒന്നും ഇല്ല, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ്. സെയിം തിങ് ഔഡിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഔഡി Q3 ഐ വുഡ് സജസ്റ്റ്. ഭയങ്കര മെയിൻ്റനൻസ് കോസ്റ്റ് കുറവുള്ള എന്നാൽ അത്യാവശ്യം നല്ല കേപ്പബിലിറ്റീസ് ഉള്ള, ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്, 4-wheel ഡ്രൈവ് ആണ്, ഫ്യൂൽ എഫിഷ്യൻ്റ് ആണ്, ഇതെല്ലാം ഉള്ളൊരു വെഹിക്കിളാണ്. 3 Series ഭയങ്കര കോമ്പാക്റ്റാ, ഭയങ്കര കൊണ്ട് നടക്കാൻ രസമുള്ള വണ്ടിയാണ്. ചെറുതാണെന്ന് മാത്രമേ ഉള്ളൂ. കുറച്ചുകൂടെ പ്രൈസ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ചുകൂടെ കംഫർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു മോഡലുള്ള വണ്ടി വേണമെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെർസിഡീസിൻ്റെ E220 ഈവൻ GLC നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ GLCയിലേക്ക് പോകുമ്പോൾ പ്രൈസ് വൈസ് കുറച്ചുകൂടെ നമ്മൾ കൂടുതലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ബട്ട് മെയിൻ്റെനൻസ് ഒക്കെ മോർ ഓർ ലെസ് ദ സെയിം. ഈ മെയിൻ്റെനൻസ് പറയുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഒരു ഞെട്ടിപ്പിച്ചൊരു സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ ECM എന്ന് പറഞ്ഞൊരു മൊഡ്യൂളില്ലേ ഉണ്ട്. അപ്പം ഇപ്പം 7 ലക്ഷം രൂപയ്ക്ക് എടുക്കുന്ന ഒരു കാർ ഞാൻ കേട്ടിട്ടുള്ള, എനിക്കറിയത്തില്ല, അതുകൊണ്ട് നമ്മൾ അതായത് എനിക്ക് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. അതായത് 7 ലക്ഷം രൂപയ്ക്ക് ഒരാൾ കാർ എടുത്തു, പക്ഷെ ആ കാർ എടുത്ത ആളുടെ ECM അടിച്ചു പോയെങ്കിൽ ഈ കാർ എടുത്ത പൈസയാകും ECM അങ്ങനെ എടുത്ത പൈസ വരില്ല. ബട്ട് സംവെയർ അറൌണ്ട് 1.5 to 2 lakh rupees വരെ ECM-ന് വരാം. പക്ഷേ ECM-ന് നമുക്ക് ഓപ്ഷൻസ് ഒരുപാട് ഉണ്ട്, റിപ്പയർസ് ഒക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. സക്സസ് റേറ്റ് അതിനുള്ള ഡാമേജിനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം അത് നമുക്ക് റീപ്ലേസ് ചെയ്യാം, ബ്ലൈൻഡ്ലി റീപ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ ബ്ലൈൻഡ്ലി റിപ്പയർ ചെയ്യാം എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് റിപ്പയർ പോസിബിലിറ്റീസ് ആർ ഓൾവേസ് ദർ. പിന്നെ ECM മാത്രമല്ല, ECM BCM എന്ന് പറയുന്നത് ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ടുള്ളൊരു കോമ്പോണൻ്റ് ആണ്. എസ്പെഷ്യലി BM-ൻ്റെ അത് കുറച്ച് ഡെലിക്കേറ്റ് ആണ്, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ ഈ ഇലക്ട്രോണിക് കോമ്പോണൻസ് ഓൾവേസ് അറ്റ് ദ റിസ്ക്. അത് ഒരു ഫാക്റ്റാണ്. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ അത് മാൻഡേറ്ററിലി വന്നോളണമെന്നൊന്നുമില്ല. വന്നാൽ ഒരു പ്രശ്നമാണ്. പക്ഷേ മെയിൻ്റെനൻസ് കോസ്റ്റ് വെച്ച് നമ്മളൊരു യൂസ്ഡ് കാർ എടുക്കുകയാണെങ്കിൽ എപ്പോഴും സെഡാൻസോ അല്ലെങ്കിൽ ഒരു ഹാച്ച് ബാക്സോ അല്ലെങ്കിൽ ഒരു ക്രോസ് ഓവേഴ്സാണ് നല്ലത്. SUVസിലേക്ക് പോകുമ്പോൾ ബീറ്റ് എനി ബ്രാൻഡ് ഓൺ ദ ഹയർ സൈഡ് ആയിരിക്കും സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത്. കാരണം മോസ്റ്റ് ഓഫ് ദ SUVs GLE ആണെങ്കിലും നമ്മുടെ ML ആണെന്നുണ്ടെങ്കിലും GLS, Audi Q7, X5 ഇതിനെല്ലാത്തിനും വരുന്ന എയർ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. എസ്പെഷ്യലി SUVസിൻ്റെ എയർ സസ്പെൻഷൻ കമ്പയർ ടു സെഡാൻ കാർ അതിനേക്കാൾ എക്സ്പെൻസീവ് ആണ്. അതിൻ്റെ ഷോക്സ്, അതിൻ്റെ മൗണ്ടിങ്സ്, ലോവർ ആംസ്, സ്റ്റിയറിങ്, ഇതിനെല്ലാത്തിനും കോസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ECM പറഞ്ഞ പോലെ തന്നെ ECM-നേക്കാൾ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു പാർട്ടാണ് നമ്മുടെ സ്റ്റിയറിംഗ് റാക്ക്. ഇപ്പോൾ എല്ലാം ഇലക്ട്രോണിക് ആണ്. ഇതെല്ലാം ഇരിക്കുന്നത് വണ്ടിയുടെ സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ അറിയാലോ, വീലിലേക്ക് കണക്ട് ചെയ്യുന്ന ഏറ്റവും ലോവസ്റ്റ് പാർട്ടിൽ ഇരിക്കുന്ന ഒരു കോമ്പോണൻ്റാണ്. വെള്ളം കയറിയ
ആദ്യം ഇമ്പാക്ട് ചെയ്യുന്ന ഒരിത്, അതായത് നമ്മളൊരു 1.5 ഫീറ്റ് വെള്ളത്തിൽ കൂടെ ഡ്രൈവ് ചെയ്താൽ തന്നെ നമുക്ക് ആദ്യം ഇമ്പാക്ട് ചെയ്യുന്ന ഒരു പാർട്ട് സ്റ്റിയറിംഗ് ബോക്സ് ആണ്. അത് സ്റ്റിയറിങ്ങിൻ്റെ ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് എന്ന് പറയുന്നത്. സോ ഇത് പോയി കഴിഞ്ഞാൽ മെർസിഡീസിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അറൗണ്ട് 4.25 lakhs ഇത്രയും വരും സ്റ്റിയറിംഗ് റാക്ക്. ഈവൻ BM ആണെങ്കിലും 3.5 ആ റേഞ്ചിലുണ്ട്. ഔഡിയുടെ ഉണ്ട് 3.25 to 3.4 വരെ. സോ ഇതെല്ലാം റിപ്പയർ ചെയ്യാൻ പറ്റില്ല. ഇത് ഇലക്ട്രിക്കലി ഉള്ളിലേക്ക് വെള്ളം കയറി ഷോർട്ട് ആയതാണെന്നുണ്ടെങ്കിൽ മൊഡ്യൂൾ പോയിട്ടുണ്ടാവും, റിപ്പയർ പോസിബിൾ അല്ല. പിന്നെ നമുക്ക് യൂസ്ഡ് പാർട്ടൊക്കെ വാങ്ങിച്ചിട്ട് ഇടാൻ പറ്റും, പക്ഷെ നമുക്ക് അതിൻ്റെ കണ്ടീഷൻ ഒന്നും അറിയില്ല. ബട്ട് സംടൈംസ് ഇറ്റ് സ്റ്റേസ്, പക്ഷെ ഒരു യൂസ്ഡ് ആണ്, പറയാൻ പറ്റത്തില്ല. നമുക്ക് അതിൻ്റെ ലൈഫ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആ ഒരു ടൈമിൽ നമുക്ക് ചെയ്യാവുന്നത് എന്ന് വെച്ചാൽ കോസ്റ്റ് കുറഞ്ഞിട്ട് ഒരെണ്ണം പ്രൊക്യൂർ ചെയ്തിട്ട് ഇടുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ ആഫ്റ്റർ മാർക്കറ്റ് സ്റ്റിയറിങ്സ് കിട്ടും. പക്ഷേ ഒറിജിനലിൽ പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ 7 lakhs എടുത്തൊരു കാറിൽ ഒരു 3.25 ലക്ഷം 4 ലക്ഷം കൊടുത്തിട്ട് നമ്മളിത് മാറുക എന്ന് പറയുന്നത് അതാണ് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പോൾ ആ ഒരു പെയിൻ ഉണ്ട് എന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ട് വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ നമ്മൾ പലപ്പോഴും വളരെ എക്സ്പെക്റ്റേഷനിലാണ് പോയി എടുക്കുന്നത്. അതായത് നമ്മളൊരു 15-20 lakhs കാർ എടുക്കാൻ നിൽക്കുന്ന ഒരാൾ പോയിട്ട് കയ്യിലുള്ള ഫുൾ നമ്മുടെ ഇതും ഏർണിങ്സും കൊടുത്തിട്ടാണ് നമ്മളൊരു BM, കാരണം അവർ എക്സ്പെക്ട് ചെയ്യുന്നത് 5 Series എടുത്തു കഴിഞ്ഞാൽ വേറൊരു പ്രശ്നം വരില്ല, അല്ലെങ്കിൽ E-Class എടുത്തു കഴിഞ്ഞാൽ ഇനിയൊരു പ്രശ്നം വരില്ല, എനിക്ക് അടുത്ത 5 years വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇത് ഉപയോഗിക്കാം. അതെ, പുതിയ കാർ എടുക്കുവാണെങ്കിൽ ഈ പ്രശ്നമൊന്നുമില്ല. 5 year വാറന്റി ഉള്ള. തീർച്ചയായിട്ടും വാറന്റി ഉണ്ട്, ബെയർ മിനിമം 2 years വാറന്റി ഉണ്ട്. സോ എന്ത് ഇലക്ട്രോണിക് കോമ്പോണൻസ്, എന്ത് മെക്കാനിക്കൽ കോമ്പോണൻസ് അതിനും വരില്ല എന്ന് പറയാൻ പറ്റില്ല. പ്രീമച്യൂർ ഫെയിലിയേഴ്സ് എപ്പോൾ വേണമെങ്കിലും വരാം, കാരണം അതിന് റോഡ് കണ്ടീഷൻസ്, ക്ലൈമറ്റിക് കണ്ടീഷൻസ്, അത് കൂടാതെ കോമ്പോണൻറ്റിന് ഫെയിലിയേഴ്സ് ഒക്കെ വന്നേക്കാം. അപ്പോൾ പക്ഷേ അതിന് നമുക്ക് അറ്റ്ലീസ്റ്റ് പീസ് ഓഫ് മൈൻഡ് 2 years ബെയർ മിനിമം വാറണ്ടി ഉണ്ട്. മോസ്റ്റ് ഓഫ് ദ ബ്രാൻഡ്സ് എക്സ്റ്റെൻഡഡ് വാറണ്ടി പാക്കേജ് ആയിട്ട് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് 5 years വരെ, ഇപ്പോൾ 6 7 years വരെയൊക്കെ കിട്ടുന്നുണ്ട്. സോ ആ ഒരു ടൈം പീരീഡ് വളരെ സേഫറാണ്. നമ്മൾ മെയിൻ്റെനൻസ് മാത്രം നോക്കിയാൽ മതി. അതായത് ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, AC ഫിൽറ്റർ, റെഗുലർ ആയിട്ടുള്ള മെയിൻ്റെനൻസ് നമ്മൾ ചെയ്യണം. പിന്നെ വണ്ടിക്ക് ഒരു കെയർ കൊടുക്കണം. അബ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് കാരണം ഈ കാർസ് പെർഫോമൻസ് ഒക്കെ ഭയങ്കര നല്ലതാണെന്നുണ്ടെങ്കിലും നമ്മൾ അബ്യൂസ് ചെയ്യുന്നതിൻ്റെതായ വെയർ ആൻഡ് ടയറും ഡാമേജും വണ്ടിക്ക് ഡെഫിനറ്റ്ലി വരും. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഒത്തിരി യൂസ്ഫുൾ ഇൻഫർമേഷൻസ് ആയിരുന്നു കംപ്ലീറ്റ്ലി ഈ വീഡിയോയിൽ. അതുകൊണ്ട് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. ബെൻസ്, BM, ഔഡി ബ്രാൻഡിൽ വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക, നമ്മളതിനെല്ലാം അടുത്ത വീഡിയോയിൽ മറുപടി തരുന്നതായിരിക്കും. അപ്പം താങ്ക് യു ഫോർ ജോയിനിങ്. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് കാണാം. താങ്ക് യു.